അപ്പോൾ പ്രിയപ്പെട്ടവരെ, കോഴിക്കോട് ആനക്കാംപൊയിൽ മുത്തപ്പൻ പുഴയിൽ താൽക്കാലിക ചപ്പാത്ത് വീണ്ടും ഒലിച്ചുപോയി. മുത്തപ്പൻ പുഴ അങ്ങാടിയിലേക്ക് പോകേണ്ടവരും സ്കൂളിൽ പോകേണ്ട കുട്ടികളും മറുകരയിൽ കുടുങ്ങിയിട്ടുണ്ട്. ഇന്നലെ ഉണ്ടായ ശക്തമായ മഴയിൽ പുഴയിലെ വെള്ളം ഉയർന്നിരുന്നു. തുരങ്കപാതയുടെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് പാലം പൊളിച്ച് താൽക്കാലിക ചപ്പാത്ത് നിർമ്മിക്കുകയായിരുന്നു. ഇപ്പോൾ തുരങ്കപാതയും ഇല്ല, ചപ്പാത്തും ഇല്ലാത്ത അവസ്ഥയിലായി. അഭിജിത്ത് മുഴക്കുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. അഭിജിത്ത്, കുട്ടികൾക്ക് അക്കരയ്ക്ക് പോകാൻ പറ്റുന്നില്ലേ? എന്താണ് അവസ്ഥ? സംഭവം ഇപ്പോൾ തുരങ്കപാതയും ഇല്ലാതായി, ചപ്പാത്തും ഇല്ലാതായി അല്ലേ? അതേ അരുൺ, നിലവിലിപ്പോൾ വിദ്യാർത്ഥികൾ അവിടെ കുടുങ്ങിക്കിടക്കുകയാണ്. അപ്പുറത്ത് ഹയർ സെക്കൻഡറി സ്കൂളുകൾ ഉൾപ്പെടെയുണ്ട്, അവിടേക്ക് എത്തേണ്ട വിദ്യാർത്ഥികളാണ്. നിലവിലിപ്പോൾ അവർ മറുകരയിൽ ഈ ചപ്പാത്ത് പോയതിനാൽ തന്നെ അപ്പുറത്തേക്ക് പോകാൻ കഴിയാതെ നിൽക്കുന്നു എന്നുള്ളതാണ് കാഴ്ച. നമുക്ക് ആ ദൃശ്യങ്ങളിൽ കണ്ടാൽ അത് വ്യക്തമാകുമെന്ന് പ്രതീക്ഷിക്കുകയാണ്. ആ ചപ്പാത്തിനപ്പുറം ആദിവാസി ഉന്നതികൾ ഉൾപ്പെടെയുണ്ട്, അവിടേക്കും ആളുകൾക്ക് പോകാൻ കഴിയാത്തൊരു സാഹചര്യമുണ്ട്. ഒരു താൽക്കാലികമായി നിർമ്മിച്ചൊരു ചപ്പാത്തായിരുന്നു അരുൺകുമാർ. ഇന്നലെ ഒരുപക്ഷെ ഈ കനത്ത മഴയിൽ ഒരു മലവെള്ളപ്പാച്ചിൽ ഉണ്ടായി ചപ്പാത്ത് തകർന്നു പോകാനുള്ളൊരു സാഹചര്യമാണ് നിലവിൽ കാണുന്നത്. ശക്തമായ മഴ തന്നെ ഈ ആനക്കാംപൊയിൽ പ്രദേശത്തുണ്ടായിരുന്നു. അങ്ങനെയാണ് ഈ മുത്തപ്പൻ പുഴയിലെ താൽക്കാലിക ചപ്പാത്ത് ഒലിച്ചു പോയത് എന്നുള്ളതാണ് നിലവിൽ മനസ്സിലാക്കാനായി കഴിയുന്ന കാര്യം. തുരങ്കപാതയുടെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് നേരത്തെ അവിടെ ഉണ്ടായിരുന്ന പാലം പൊളിച്ചു മാറ്റിയാണ് ഈ താൽക്കാലിക ചപ്പാത്ത് ഉണ്ടാക്കുകയും ചെയ്തിട്ടുള്ളത്. അവിടെ തന്നെ ഈ ULCCയുടെയൊക്കെ മറ്റൊരു പാലം പണി നടക്കുന്നതും നമുക്ക് കാണാം. നിലവിൽ ഏതായാലും അവിടെ ഈ തുരങ്കപാതയുമായി ബന്ധപ്പെട്ട ജോലിക്കാരൊന്നുമില്ല. അതിനാൽ തന്നെ ഈ താൽക്കാലിക ചപ്പാത്ത് നിർമ്മിക്കുക എന്നുള്ളത് ഇനിയിപ്പോൾ നാട്ടുകാർ ഏതെങ്കിലും രീതിയിലുള്ള ഇടപെടൽ നടത്തി വേണം അങ്ങനെ ഒരു ചപ്പാത്ത് നിർമ്മിക്കാൻ. നിലവിൽ ഏതായാലും ആളുകളും കുട്ടികളും ഒക്കെ ഇവിടെ കുടുങ്ങിക്കിടക്കുന്ന ഒരു സാഹചര്യമാണുള്ളത്. താങ്ക് യു. അഭിജിത്താണ് വിവരങ്ങൾ നൽകിയത്. ചുരുക്കത്തിൽ വന്നപ്പോൾ തുരങ്കപാതയില്ല, ചപ്പാത്തും ഇല്ല. മഴ പെയ്ത ആൾക്കാർ ഒരു കടയിൽ കുടുങ്ങുന്ന അവസ്ഥയുമാണ്. എന്താ ചെയ്യുക?